ഈശോയേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുഷ്ടമിഴിലേക്ക് സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. തിരുവചനങ്ങളെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. ആന്തരികതയെ ചോർത്തിക്കളയുന്ന നിരവധിയായ പ്രഘോഷണങ്ങൾ ആധുനിക കാലത്ത് നമുക്ക് കേൾക്കാൻ കഴിയും. പ്രത്യേകിച്ചും ധ്യാന ശുശ്രൂഷകളിൽ പലപ്പോഴും വചനം വ്യാഖ്യാനിക്കപ്പെടുന്നത് താൽക്കാലിക ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് എന്നത് ദയനീയമായ ചിത്രമാണ്. കാര്യം കാണാനായിട്ട് ദൈവത്തെ ഉപയോഗിക്കാം എന്ന തരത്തിൽ ഉപകരണാത്മകമായ വിശ്വാസം പ്രഘോഷിക്കപ്പെടുന്നുണ്ട് വേദികളിൽ. അത്തരത്തിലുള്ള പ്രഘോഷണങ്ങൾ പ്രത്യക്ഷത്തിൽ സ്വാഭാവികമെന്ന് തോന്നാം, എന്നാൽ അത് ഒരു നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് ദൈവേഷ്ടത്തിൽ ജീവിക്കാനാണ്, ദൈവത്തിന്റെ വാക്കുകളെ ആനുകാലിക ലോകത്ത് പ്രകാശിപ്പിക്കാനാണ്. ക്രിസ്തുവിൽ വെളിപ്പെട്ട ഈ രഹസ്യം ലോകത്തിന് മുൻപിൽ അനാവൃതമാക്കാൻ ജീവിതം കൊണ്ട് നാം അവയെ പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ട് എന്ന പരമാർത്ഥം തമസ്കരിച്ചുകൊണ്ടാണ് പലപ്പോഴും പ്രഘോഷണങ്ങൾ ഇത്തരം ജാലവിദ്യകൾ കാട്ടിത്തീർക്കുന്നത്. സുവിശേഷ പ്രഘോഷണ വേദിയിൽ നിന്ന് കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 3 തരം ആശയഗതികൾ ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രഘോഷണങ്ങളൊക്കെ നിലനിൽക്കുക. അവയൊക്കെ സ്ഥാപിത താല്പര്യമുള്ളവയാണ് എന്ന് വേണം കരുതാൻ. വ്യാമോഹം ജനിപ്പിക്കുന്നവയാണ് ഒരു വിധത്തിൽ പ്രഘോഷണങ്ങൾ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിത്തരും ദൈവം, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന നിരവധിയായ പ്രഘോഷണങ്ങൾ. രണ്ടാമതൊന്ന്, നിങ്ങൾ പാപത്തിന് അടിമകളാണ്, നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ, ജീവിതം നേരിടുന്ന പ്രതിസന്ധികൾക്ക് കാരണം നിങ്ങളുടെ പ്രവൃത്തികളാണ് എന്ന് പറയുന്നു. മൂന്നാമതൊന്ന്, നിങ്ങളുടെ ജീവിതം മുഴുവൻ പൈശാചികതയിൽ വലയം ചെയ്യപ്പെട്ടാണ്, പിശാചാണ് തിന്മകൾക്കൊക്കെ കാരണമായി തീരുന്നത്. ഈ 3 പ്രഘോഷണങ്ങളും യഥാർത്ഥത്തിൽ കത്തോലികമല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. വിശുദ്ധ ജീവിത പാരമ്പര്യം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിനായി സ്വയം സമർപ്പിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് യഥാർത്ഥ വിശുദ്ധിയുടെ മാനദണ്ഡമെന്നാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. ആ പാഠം മറച്ചു വെച്ചുകൊണ്ടാണ് ആവശ്യങ്ങൾ നേടാൻ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പലപ്പോഴും പ്രഘോഷിക്കപ്പെടുന്നത്. സുവിശേഷത്തിൽ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെ തിരുവചനങ്ങളിൽ ഈശോ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഒരു കല്യാണ വീട്ടിൽ യേശുവും അമ്മയും ശിഷ്യന്മാരും ഒക്കെ എത്തിച്ചേരുന്നു. അവിടെ അവർക്ക് ആവശ്യമായ വീഞ്ഞില്ലാതെ വരുന്നു. അമ്മ യേശുവിനോട് പറയുന്നു, മകനെ, അവർക്ക് വീഞ്ഞില്ല. അത് കേൾക്കുന്ന ഈശോ വെള്ളം വീഞ്ഞാക്കുന്നു, അത്ഭുതം പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ കുടുംബത്തെ ഒരു കെടുതിയിൽ നിന്ന് രക്ഷിക്കുന്നു എന്ന നിലയ്ക്ക് വളരെ ലളിതമായ യുക്തിയോടെയാണ് ഒരു പ്രഘോഷണം. പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു ചിത്രം ആ രംഗം പകരുന്നുണ്ട്. പക്ഷെ അതേസമയം അത് ആന്തരികമായ സുവിശേഷ സത്യത്തിന് എത്രത്തോളം നിരക്കുന്നതാണ് എന്ന് പരിശോധിക്കണം. നാം ഇന്ന് എപ്പോഴും കേൾക്കുന്ന അങ്ങനെയാണ്. അങ്ങനെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ അമ്മ ആ കാര്യം യേശുവിനോട് പറയും. കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ അവിടെ നിന്ന് നീക്കിത്തരും എന്നാണ് ഒരു പ്രമേയം. പ്രത്യക്ഷത്തിൽ ശരിയെന്ന് തോന്നാവുന്ന ഈ പ്രഘോഷണത്തെ യഥാർത്ഥത്തിൽ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക് ദൈവത്തെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ട് നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടി ആവണം പ്രാർത്ഥന എന്ന നിലയ്ക്കുള്ള സന്ദേശമാണ് ഈ വ്യാഖ്യാനം നൽകുന്നത്. വാസ്തവത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച വ്യക്തമായ അവബോധം നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ തന്നെ ലഭിക്കേണ്ടതാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ വ്യക്തമായത് പറയുന്നുണ്ട്. യേശു തന്റെ ദൈവിക മഹത്വം വെളിപ്പെടുത്താൻ ചെയ്ത അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ കല്യാണ വിരുന്നിൽ ചെയ്ത ഈ അത്ഭുതം. കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കുന്നത് ആ കുടുംബത്തിന് വീഞ്ഞില്ലാതാവുന്ന സന്ദർഭത്തിൽ അവരെ സഹായിക്കുക എന്ന ലളിതമായ ലക്ഷ്യം വെച്ചുകൊണ്ടല്ലെന്നും യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണെന്നും വചനം സാക്ഷിക്കുന്നു. അത് മറച്ചു വെച്ചിട്ടാണ് നിങ്ങളുടെ ജീവിതാവശ്യങ്ങളിൽ ഇടപെടുന്ന ദൈവം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റിത്തരും, അതുകൊണ്ട് പരിശുദ്ധമ്മയോട് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ മാറിപ്പോകും, കഷ്ടതകൾ നീങ്ങിപ്പോകും, കർത്താവ് പ്രവർത്തിക്കും എന്ന് പഠിപ്പിക്കുന്നത്. വാസ്തവത്തിൽ യേശു തന്റെ ജീവിതകാലത്ത് പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളാണ്. ആ അടയാളമാകട്ടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവയാണ്.
യേശുവിനെ അപ്രകാരം വെളിപ്പെടുത്താൻ ചെയ്ത ഒരു അടയാളത്തെ അവണ്ണം തിരിച്ചറിയാതെ ലളിതമായ യുക്തിയിൽ കാര്യങ്ങൾ നേടിത്തരുന്ന ഒരാളാണ് ദൈവം എന്ന് പറയുന്നത് ഉപകരണാത്മക ദൈവികത പഠിപ്പിക്കുന്ന, ഉപകരണാത്മകമായ ഒരു ആത്മീയത പഠിപ്പിക്കുന്ന കാര്യമാണ്. യേശു തന്റെ ദൈവിക മഹത്വം വെളിപ്പെടുത്താനാണ് വെള്ളം വീഞ്ഞാക്കിയതെങ്കിൽ ആ അത്ഭുതത്തിന്റെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ വെളിപ്പെടുത്തുക അടയാളത്തിലൂടെ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രവൃത്തിക്ക് കാരണമാകുന്നത് ആരുടെ കരങ്ങളാണ്? അത്ഭുതം പ്രവർത്തിച്ച യേശു തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതിന് കാരണമായി മാറേണ്ടത് ഒരു ഇല്ലായ്മയാണ്, ഒരു ശൂന്യതയാണ്. ആ ഇല്ലായ്മ വാസ്തവത്തിൽ ദൈവമഹത്വം വെളിപ്പെടാനുള്ള ഒരു കാരണമായിട്ടുണ്ട് എന്നെടുത്ത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഈ അത്ഭുതം കേവലമായി ആർക്കെങ്കിലും ഒരു കുറവുണ്ടാവുമ്പോൾ സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ളതല്ല, തൻ്റെ ദൈവിക മഹത്വം വെളിപ്പെടാനുള്ള പ്രവൃത്തിയായിട്ടാണ്. ആ വീട്ടിൽ വീഞ്ഞില്ലാതായി പോകുന്നത് യേശുവിന്റെ മഹത്വം വെളിപ്പെടാനുള്ള ഒരു കാരണമാണ്. പലപ്പോഴും പഠിപ്പിക്കപ്പെടുന്നത് അപ്രകാരമല്ല. ഒരു ജീവിതാവശ്യം പരിശുദ്ധമ്മ പറയുമ്പോൾ നിറവേറ്റിത്തരുന്ന യേശു എന്ന ലളിതമായ ഒരു ഭക്തിമാർഗത്തിലുള്ള ചിന്ത അല്ല അതിന്റെ പിന്നിലുള്ളത്. വാസ്തവത്തിൽ യേശു തന്റെ ദൈവിക മഹത്വം വെളിപ്പെടുത്താൻ മനുഷ്യർക്ക് അസാധ്യമായ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് ഒരടയാളം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വീഞ്ഞില്ലാതായി തീർന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളും യേശുവിൻ്റെതാണ്. ആ ഇല്ലായ്മ പരിഹരിക്കുന്നതിലൂടെ തന്നെ വെളിപ്പെടുത്താൻ അവിടെ തയ്യാറാകും. നാം പലപ്പോഴും കേവലമായ താല്പര്യങ്ങൾ നിറവേറ്റിയെടുക്കാനുള്ള ഒരു കാര്യമായിട്ട് ദൈവത്തെ പരിഗണിക്കുന്നു. അതുകൊണ്ട് അത്തരം പ്രാർത്ഥനകൾക്ക് പ്രചാരം ലഭിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണും, അവിടെ മന്നയും കാടപ്പക്ഷിയും ദൈവം നൽകുന്നുണ്ട്. കാനാൻ ദേശത്തേക്ക് അവരെ നയിക്കുകയും ദൈവസ്നേഹത്തിന്റെ സാക്ഷാത്കാര അനുഭവത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുകയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ മന്നയും കാടപ്പക്ഷിയും കിട്ടി എന്ന ലളിത യുക്തിയിൽ വേണമെങ്കിൽ നമുക്ക് ഒതുക്കാം. ദൈവജനത്തെ കാനാനിലേക്ക് നയിക്കുന്ന മാർഗത്തിൽ അവരെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് ദൈവമാണ് എന്ന പരമാർത്ഥം തിരിച്ചറിയാതെ പോകുന്ന മനുഷ്യർ വിലപിക്കുകയും കരയുകയും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ദൈവം മന്ന വർഷിക്കുന്നു, കാടപ്പക്ഷിയെ നൽകുന്നു. ഇതൊരു വെളിപ്പെടുത്തലാണ് താൻ കൂടെയുണ്ടെന്നും താൻ പരിപാലകനാണെന്നും. അതല്ലാതെ അവരുടെ ഇല്ലായ്മയെ കണ്ടുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നത് സാമാന്യമായി ഒരു ലളിത യുക്തിയാണ്. ആ യുക്തി തികച്ചും താൽക്കാലികമായ ഒന്നിനെയാണ് കാട്ടിത്തരിക. യഥാർത്ഥത്തിൽ ദൈവം നയിക്കുമ്പോൾ അവിടുന്ന് സംരക്ഷിക്കും, അവിടുന്ന് പരിപാലിക്കും. നാം ഓരോരുത്തരും ദൈവിക പരിപാലനയിലാണ് ജീവിതം നയിക്കുന്നത് എന്ന പരമാർത്ഥമാണ് ഈ പ്രതീകത്തിൽ വെളിപ്പെടുക. യെശയ്യാ പ്രവചനത്തിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. വിമോചകൻ വരുന്നു, വിമോചനം ഒട്ടും വൈകിക്കുകയില്ല. അങ്ങനെ സർവശക്തനായി നിങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവം കൂടെയുണ്ട് എന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ജീവിതയാത്ര ചെയ്യണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നാം അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നത് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ മന്നയും കാടപ്പക്ഷിയും വർഷിച്ച് വിശപ്പടക്കാൻ സഹായിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. അങ്ങനെ ദൈവത്തെ കേവലം സഹായകനായും നമ്മുടെ വിഷമങ്ങളിൽ അവ പരിഹരിക്കാൻ വരുന്ന ഒരാളുമായി ചിത്രീകരിക്കുക വഴി യഥാർത്ഥ ലക്ഷ്യം മറയ്ക്കപ്പെടുന്നു. വാസ്തവത്തിൽ ദൈവിക പരിപാലനയിലുള്ള ആശ്രയത്വം ജീവിതയാത്രയ്ക്ക് അനുപേക്ഷണീയമാണെന്നും ദൈവം നമ്മെ കൈവിടില്ലെന്നും സകലർക്കും ഭക്ഷണവും സംരക്ഷണവും നൽകുന്ന ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നുമാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. വിമോചനം ആസന്നമായിരിക്കുന്നു. ക്രിസ്തുവിൽ സംഭവിക്കാനിരിക്കുന്ന വിമോചനത്തിലേക്കുള്ള യാത്രയെ പഴയ നിയമം ഇങ്ങനെ കാട്ടിത്തരികയാണ്. അതുകൊണ്ടാണ് നിത്യപുരോഹിതനായ ഈശോ നമുക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കുന്നവനായി വന്നുകൊണ്ട് നമ്മെ പാപത്തിന്റെയും ലോകത്തിന്റെയും ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നു. ഈ വിമോചനം സ്വയാർപ്പണത്തിലൂടെ ക്രിസ്തു നിറവേറ്റുന്നതിനെ കുറിച്ചാണ് ഹെബ്രായർ ലേഖനം നമ്മൾ പറയുക. ഈ താൽക്കാലികതയെ കുടുങ്ങിപ്പോകുന്നതിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങൾ പലതരം പ്രാർത്ഥനാ രൂപങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കും. ഈ അടുത്ത് കേട്ടൊരു പ്രാർത്ഥന ത്രിത്വസ്തുതിയുടെ കൊന്തയാണ്. സഭ അംഗീകരിച്ചതോ സഭ നിഷ്കർഷിക്കുന്നതോ ആയ ഒരു ജപപ്രാർത്ഥനയല്ലത്. ഓരോ പുതിയ പ്രാർത്ഥനകൾ ആവിർഭവിക്കുകയാണ്. കാര്യം കാണാൻ ഇങ്ങനെ പ്രാർത്ഥിക്കൂ, ഏതാവശ്യവും നിറവേറി കിട്ടും. കൊന്തയിൽ നന്മ നിറഞ്ഞ മറിയം ചെല്ലുന്നതിന് പകരം
ത്രിത്വസ്തുതി ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. സ്തുതിയുടെ ജപമാല അങ്ങനെ നിർമ്മിക്കപ്പെടുക. ഇങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ജപമാല എന്താണ് ഉദ്ദേശം വയ്ക്കുന്നത്? നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിറവേറിക്കിട്ടും. താൽക്കാലിക ആവശ്യങ്ങളെ നിറവേറ്റുന്നതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്നും നിങ്ങൾ ചോദിക്കുന്നവയൊക്കെ ലഭിക്കുമെന്നും പഠിപ്പിക്കുക വഴി വാസ്തവത്തിൽ ദൈവം പറയുന്നവ ചെയ്യാൻ വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവത്തെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നവരായി മാറുന്നു. ദൈവത്തെ ഒരു നിർവാഹകനാക്കി മാറ്റുന്നു. വാസ്തവത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഭൂമിയിൽ വന്നവരാണ് നാം ഓരോരുത്തരും. ക്രിസ്തുവില പ്രകാരം എങ്ങനെയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതെന്നും ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടതെന്നും അവിടുന്ന് കാട്ടിത്തരുന്നുണ്ട്. അവയെല്ലാം തമസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ലളിതയുക്തിയായി കുറുക്കുവിദ്യകളായി പ്രാർത്ഥനകൾ മാറിത്തീരുന്നു. നിരവധിയായ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ജപമാല ചൊല്ലൂ, ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കൂ, രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലൂ, പിശാച് ഓടിയകലും, ഇങ്ങനെ 100 തരത്തിലുള്ള പ്രലോഭനങ്ങളായി വരുന്ന പ്രാർത്ഥനകളെ ആധുനിക കാലത്ത് നമുക്ക് കാണാൻ പറ്റും. പ്രാർത്ഥനയുടെ യഥാർത്ഥ പൊരുളിൽ നിന്ന് നമ്മെ മറയ്ക്കുന്നവയാണ് ഇവ ഓരോന്നും എന്ന കാര്യം ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ നിമിഷവും നാം ജീവിക്കുന്നത് ദൈവത്തിന്റെ കരങ്ങൾ വഴിയാണ്. ദൈവിക സംരക്ഷണത്തിലാണ് നാം. ജീവനനാഥനായ അവിടുന്ന് തന്നെ നമുക്ക് വേണ്ടി ഭക്ഷണമായി മാറിയിട്ടുണ്ട്. അങ്ങനെ നിത്യജീവന്റെ അപ്പം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുക വഴി ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനാണ് നാം വിളിക്കപ്പെടുന്നത്. ഈ പരമമായ സത്യം പലപ്പോഴും മൂടി വയ്ക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓരോ ഇല്ലായ്മയിലും കഷ്ടതയിലും ദൈവം നമ്മോട് കൂടെയുണ്ടെന്നും അവിടെ നമ്മെ കൈവിടില്ലെന്നും ക്രിസ്തുവിൽ വിമോചിതരാണ് നമ്മളെന്നും ഓർക്കുകയും അങ്ങനെ ദൈവേഷ്ടത്തെ പ്രതി ജീവിതം സമർപ്പിക്കാൻ നാം മനസ്സാകുകയുമാണ് വേണ്ടത് എന്ന പരമാർത്ഥത്തെ ഒളിച്ചുവെച്ച് കേവല താൽക്കാലികതകൾ നേടിയെടുക്കാനുള്ള കുറുക്കുവിദ്യയായി ദൈവത്തെയും പ്രാർത്ഥനയെയും അവതരിപ്പിക്കുകയാണ് ഇത്തരം രീതികൾ. അവയെ നമ്മൾ തിരിച്ചറിയാതെ പോയിക്കൂടാ. ജീവിതത്തിൽ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ വേണ്ടിയല്ല, ഈ സന്ദർഭത്തെ മറികടക്കാൻ. ഈ സന്ദർഭത്തിൽ ഞാൻ അകപ്പെട്ടിട്ടുള്ള ഈ ഇല്ലായ്മ, ഈ കഷ്ടത ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാനുള്ള അവസരമാണെന്നും അതുകൊണ്ട് ദൈവിക മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടതെന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടതകളെയും ക്ലേശങ്ങളെയും ക്രിസ്തുവിൽ സ്വീകരിക്കുക വഴി അവനവന്റെ കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പ്രവൃത്തിയിലാണ് നാം പങ്കുചേരുന്നത് എന്ന കാര്യം തീർത്തും അപ്രസക്തമാക്കും വിധമാണ് ആനുകാലിക ചുറ്റുപാടിലെ പ്രാർത്ഥനകൾ, ആനുകാലിക പ്രഘോഷണങ്ങളുടെ രീതികൾ. അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് കാര്യം കാണാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ എന്തൊക്കെ ചെയ്താൽ കാര്യം നടക്കും എന്ന നിലയ്ക്കുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകുക. അവിടെ ദൈവാനുഭവത്തിന്റെ തലമല്ല ഉയരുക, താൽക്കാലികതകളിൽ ഉടക്കിപ്പോവുകയാണ്. നമുക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോഴാണ് നമുക്ക് സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് വന്നാൽ സ്നേഹം വസ്തുവൽക്കരിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മെ സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് നൽകുന്ന സമ്മാനങ്ങളിലൂടെയാണ് അയാളുടെ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നതെങ്കിൽ നമ്മൾ അയാളെ തിരിച്ചറിയുന്നില്ല, അനുഭവിക്കുന്നില്ല. പകരം വസ്തുക്കളിലാണ് നമ്മുടെ ശ്രദ്ധ, ലാഭേച്ഛയാണ് നമുക്കുള്ളത്. അത് സ്വാർത്ഥപരമായ ഒന്നാണ്, തികച്ചും ദൈവവിരുദ്ധമായ ക്രിസ്തുവിരുദ്ധമായ ഒരു വഴിയാണതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. സത്യമറിയാതെ, ആന്തരികതയെ മനസ്സിലാക്കാതെയുള്ള പ്രവൃത്തികൾ. ഈ അടുത്ത് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ബൈബിളിൽ കൈവച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അധികാരമേൽക്കുന്നത് എന്നത് വലിയ കാര്യമായിട്ട് പ്രഘോഷിക്കപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളുടെ പ്രവൃത്തി വഴിയാണല്ലോ അയാൾ എന്ത് ആത്മീയതയിലാണ് നിലനിൽക്കുന്നതെന്ന് വെളിപ്പെടുത്തുക. അവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ച് സത്യം ചെയ്യുന്നത് വലിയ കാര്യമായി നമുക്ക് തോന്നുന്നു. നമ്മൾ വിചാരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം ക്രൈസ്തവരുടെ അടയാളമാണല്ലോ, ആ അടയാളത്തെ കൈവയ്ക്കുമ്പോൾ ക്രൈസ്തവരുടെ പക്ഷം ചേർന്നാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ ക്രൈസ്തവരുടെ പക്ഷം ചേർന്നൊരു നിലപാട് ട്രംപ് സ്വീകരിക്കുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക. വാസ്തവത്തിൽ സത്യം ചെയ്തുകൂടാ എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആണയിടരുത്. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് ആണയിടുമ്പോൾ നമ്മൾ ആരെ പ്രതിയാണ് ആണയിടുന്നത്? അങ്ങനെ ആണയിടുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവരാണോ നമ്മൾ? നമ്മുടെ പ്രവൃത്തികളെല്ലാം നീതിപൂർവകമാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? ആണയിടരുത് എന്ന ദൈവത്തിന്റെ അരുളപ്പാടിന് വിരുദ്ധമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ കൈവച്ച് ആണയിടുമ്പോൾ അത് അപഹാസ്യമായിട്ട് മാറുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. ഇനി ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തൊരു പ്രവൃത്തി എന്താണ്? അമേരിക്കയിൽ
ജന്മനായുള്ള പൗരത്വം നിഷേധിക്കുന്നു. ജന്മനായുള്ള പൗരത്വം നിഷേധിക്കുക വഴി ക്രിസ്തുവിരുദ്ധമായൊരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചെയ്യുന്നത്. അവിടുത്തെ ഭരണഘടനയ്ക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ അത് കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനാ ലംഘനമാണ് അതിന്റെ പിന്നിൽ സംഭവിക്കുകയെന്ന് അവിടുത്തെ കോടതി പറയുന്നു. നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഭരണഘടനാ വിരുദ്ധമായി പല കാര്യങ്ങളും നടക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ സത്യവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ നീതിയും തുല്യതയും സാഹോദര്യവും ജനാധിപത്യവും പുലരാൻ ഭരണഘടനയാണ് കേന്ദ്രമായിട്ടുള്ളത്. ആ ഭരണഘടന ജനാധിപത്യപരമായ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ അട്ടിമറിക്കുന്ന പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും സത്യത്തിനെതിരായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് നമ്മുടെ രാജ്യം. ജനുവരി 26 അതിന്റെ ഓർമ്മയാണ്, അപ്രകാരമുള്ള പ്രഖ്യാപനത്തിന്റെ. ഈ പരമാധികാരം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതായും അങ്ങനെ ജനങ്ങളുടെ പരമാധികാരം ഏതാനും പേരുടെ കയ്യിൽ അകപ്പെടുന്നതായും നമുക്ക് രാഷ്ട്രീയത്തിൽ കാണാൻ പറ്റും. സത്യവിരുദ്ധമായുള്ള ഇത്തരം കാര്യങ്ങളെ അല്ലെങ്കിൽ നീതി നിഷേധകമായ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ കേവലമായ ഒരു ആചാരണത്തിൽ മാത്രം നമ്മൾ സ്വതന്ത്ര പരമാധികാര രാജ്യമാണെന്ന് പ്രഖ്യാപിക്കുകയും യഥാർത്ഥത്തിൽ ഈ പരമാധികാരത്തെ നാം നിഷേധിക്കുകയും ചെയ്യും. ഭരണഘടനാ ലംഘനം ഉണ്ടാകുമ്പോൾ, ജാതിയുടെ പേരിൽ വിവേചനം ഉണ്ടാകുമ്പോൾ, മതപരമായ നിയമങ്ങൾ രാഷ്ട്രത്തിന്റെ നിയമങ്ങളായി മാറുമ്പോൾ, ഇവിടെ ന്യൂനപക്ഷങ്ങൾ വിവേചനം അനുഭവിക്കുമ്പോൾ, ദളിതർ പീഡനം അനുഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സത്യവിരുദ്ധതയാണ്, ഭരണഘടനയോടുള്ള വിയോജിപ്പാണ്, അല്ലെങ്കിൽ ഭരണഘടനയെ അസാധുവാക്കുന്ന പ്രവൃത്തികളാണ്. ദൈവത്തിന്റെ ഭരണഘടന സ്നേഹത്തിന്റെ ഭരണഘടനയാണ്. ആ സ്നേഹത്തിന്റെ ഭരണഘടന നമ്മോട് പറയുന്നത് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ഭാഗവാക്കുകളാണെന്നും നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടത് നമ്മുടെ ജീവിതം വഴിയാണെന്നാണ്. അത് മറന്ന് നാം പ്രവർത്തിക്കുകയും നമ്മുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നവരായി ജീവിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നാം ദൈവവിരുദ്ധരായിട്ട് മാറുന്നുണ്ട്, ക്രൈസ്തവ നിയമങ്ങളെ ലംഘിക്കുന്നുണ്ട്. ക്രൈസ്തവ നിയമം സ്നേഹത്തിന്റെ നിയമമാണ്. ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുകയും മറ്റുള്ളവരെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന ക്രിസ്തുവിന്റെ നിയമത്തെ ലംഘിക്കുന്നവയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴുമുള്ള പ്രവൃത്തികൾ. ആ പ്രവൃത്തികൾ നിലനിർത്തിക്കൊണ്ട് ദൈവം പറഞ്ഞവ പാലിക്കാൻ കഴിയാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താനായി എന്തെങ്കിലും കുറുംവിദ്യകൾ നാം സ്വീകരിക്കുമെങ്കിൽ, പ്രാർത്ഥന എന്ന പേരിലോ ആധ്യാത്മിക സരണി എന്ന പേരിലോ സ്വീകരിക്കുന്നുവെങ്കിൽ അത് തികച്ചും അബദ്ധമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ ഉയർന്നു വരാവുന്ന ഒരു ചോദ്യം, നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റാനല്ല ദൈവമെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എന്താണ് അർത്ഥം? പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? പ്രാർത്ഥന ദൈവിക ബന്ധത്തിലേക്കുള്ള ഉയർച്ചയാണ്. ദൈവവുമായുള്ള ചേർന്നിരിപ്പിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്, കേവലം കാര്യം കാണാനല്ല. ക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട്, അത് കുരിശിൽ നിന്ന് രക്ഷപ്പെടാനല്ല. ക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട്, അത് പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനല്ല, അപമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനല്ല. തന്നെ സമ്പൂർണമായി സമർപ്പിക്കാൻ ബലം പ്രാപിക്കുകയാണ് പ്രാർത്ഥനയിലൂടെ. പ്രാർത്ഥന നാം തിരിച്ചറിയേണ്ടത് ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഉപാധിയല്ല. പ്രാർത്ഥിക്കുക എന്നതിനർത്ഥം നമുക്കൊരു ജീവിത പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നാം പ്രാർത്ഥനയ്ക്കായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ പ്രതിസന്ധിക്കകത്ത് ദൈവിക മഹത്വം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഓരോ പ്രതിസന്ധിയും ഓരോ ദൈവിക മഹത്വത്തിന്റെ വെളിപ്പെടലിന്റെ അവസരങ്ങളാണ്. രോഗങ്ങളോ ദുരിതങ്ങളോ കഷ്ടതയോ ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥന എന്നല്ല, അവയിലൂടെയൊക്കെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു, ഒരു അടയാളം പ്രവർത്തിക്കാൻ പോകുന്നു, ദൈവം നമ്മിൽ മഹത്വപ്പെടാൻ പോകുന്നു. കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ദൈവം മഹത്വപ്പെടുന്നത് എങ്ങനെയാണ്? കഷ്ടതയിലും ദാരിദ്ര്യത്തിലൂടെയും കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ പ്രതി അവയെ സ്വീകരിക്കാനും ദൈവത്തിന് നന്ദി പറയാനും പരാതിയും പെറുമുറുപ്പുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാൻ സ്വയം തീരുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ നാം നമ്മെ തന്നെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുന്നു, ആത്മസമർപ്പണം സാധ്യമാവുന്നു. കുരിശിലേശു ചെയ്യുന്ന പ്രവൃത്തി അതാണ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനതരമായ വേദനയുടെ സന്ദർഭത്തിൽ യേശു പിതാവെ ഇത് നീക്കിത്തരണമേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്, പിതാവെ എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്നാണ്. തന്നെ ദ്രോഹിക്കുന്നവർക്കും പീഡിപ്പിക്കുന്നവർക്കുമെതിരെ ഇവരെന്നെ പീഡിപ്പിക്കുന്നുവെന്ന് പരാതിപ്പെടുകയല്ല, ഈ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് യേശു ആവശ്യപ്പെടുകയല്ല ചെയ്യുന്നത്. പിതാവെ അവർക്കറിവില്ല അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്കറിയില്ല, അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ലോകത്തോട് ക്ഷമിക്കാനും മറ്റുള്ളവരെ സ്വീകരിക്കാനും കുറവുകളും പരിമിതികളും ഒക്കെ അംഗീകരിക്കാനും അവരിനു വേണ്ടിയാണ് ജീവിതമെന്ന ബോധ്യത്തോടെ ജീവിതം അർപ്പിക്കാനും നാം മനസ്സ് കാണിക്കുമ്പോഴാണ് ആത്മീയ വഴിയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുക.
ജീവിതാവശ്യങ്ങളൊക്കെ ഒരു സമ്മർദ്ദത്തിൽ നമ്മെ ആക്കും. ഈ സമ്മർദ്ദങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ഇവ പൂർത്തീകരിച്ചെടുക്കുന്നതാണ് ലക്ഷ്യമെന്ന നിലയ്ക്കുള്ള പ്രേരണയാണ്. അത് പിശാച് നമ്മുടെ അകത്തിരുന്ന് ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് കരുതരുത്. ഈ ലോകം ഇങ്ങനെ പരിമിതികളും അപര്യാപ്തതകളും സമ്മർദ്ദങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉയർത്തുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ആത്മീയ ശക്തിക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ ആത്മീയ ശക്തി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൽ ക്രിസ്തു നമ്മിൽ വസിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ നാം ജീവിക്കാൻ തയ്യാറാകുമെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് കഷ്ടതയും ഏത് നിരാശാജനകമായ അനുഭവവും പ്രത്യാശയിലേക്ക് നമ്മെ വഴി നടത്തും. പ്രത്യാശ എന്നത് എന്തെങ്കിലും ഒരു കാര്യം ദൈവം നടത്തി തരുമെന്നോ നാളെ ഒരു നല്ല കാലം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചല്ല. ഈ ജീവിതം എന്തൊക്കെ ആയാലും പരിമിതമായ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, കഷ്ടതകൾ, ഞെരുക്കങ്ങൾ അവയൊക്കെ ലോകത്ത് സാധാരണമാണ്. ഇപ്രകാരം ലോകസാധാരണമായ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാനുള്ള കുറുക്കു വിദ്യയായി പ്രാർത്ഥനയെ തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മെ ഈ ലോകത്തേക്ക് ദൈവം അയച്ചിട്ടുള്ളത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ് എന്ന പരമാർത്ഥം നാം കൈവിട്ട് കളയും. വാസ്തവത്തിലെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിനോട് നിന്ന കാണിക്കാതെ ദൈവം നൽകുന്ന ജീവിതാവസരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവരിന് വേണ്ടി മരിക്കാൻ ഹൃദയമുറപ്പിച്ചുകൊണ്ട് നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയും നമ്മോട് കരുണ കാട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് അവരിന് വേണ്ടി ഭക്ഷണമായി മാറുകയാണ് നമ്മുടെ ദൈവവിളി എന്ന ക്രിസ്തുബോധത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യുമ്പോൾ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ തന്നെ അവിടെ തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. തൻ്റെ പുത്രനെ യാഗമായി അവിടുന്ന് സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി, നമ്മുടെ കഷ്ടതകൾക്ക് പരിഹാരമായി. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു എന്ന് 1 പത്രോസ് 2:24 പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നാം ഏൽക്കുന്ന ഓരോ പ്രഹരവും ഓരോ വേദനയും യഥാർത്ഥത്തിൽ ക്രിസ്തു ശരീരത്തിൽ വഹിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ആ വേദനകളോട് നമ്മുടെ വേദനകളെ ചേർത്ത് വെക്കുമ്പോൾ മഹത്വത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. അങ്ങനെ ലോകത്തിന്റെ എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാൻ ക്രിസ്തുവിൽ നമുക്കാകുമെന്നും അങ്ങനെ ക്രിസ്തുവിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ആത്മസമർപ്പണത്തിന്റെ സമ്പൂർണതയിലേക്ക് എത്തിച്ചേർന്ന് സാക്ഷാത്കാര അനുഭവത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു സാക്ഷാത്കാര അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ് ഓരോ ജീവിത സന്ദർഭങ്ങളുടെയും ദൗത്യം. ഓരോ ജീവിത സന്ദർഭങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. അനുഭവിക്കുന്ന കഷ്ടതയും ക്ലേശങ്ങളും ഞെരുക്കങ്ങളും ഇല്ലായ്മയും എല്ലാം ദൈവത്തെ അനുഭവിക്കാനുള്ള അവസരങ്ങളാണ്. ദൈവത്തെ അനുഭവിക്കേണ്ടത് വസ്തുക്കളിലൂടെയല്ല, ദൈവത്തെ അനുഭവിക്കേണ്ടത് ലഭ്യതകളിലൂടെയല്ല. ഇന്ന് നാം കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് അത് നേടിത്തന്നു എന്നാണ്. 140 കോടിയോളം വരുന്ന കത്തോലിക്കർ മാത്രമല്ല ദൈവത്തിന്റെ പരിപാലനം അനുഭവിക്കുന്നത്. നിരീശ്വരവാദികളും ദൈവത്തെ എതിർക്കുന്നവരും ദൈവത്തിനെതിരായവരും അജ്ഞേയതാവാദികളും പല മതങ്ങളിൽ വിശ്വസിക്കുന്നവരും വിഗ്രഹാരാധകരും ഒക്കെ തന്നെ ദൈവിക പരിപാലനയുടെ കീഴിലാണ്. എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം മഴ പെയ്യ്ക്കുന്നത്, എല്ലാവർക്കും വേണ്ടിയാണ് സൂര്യൻ ഉദിപ്പിക്കുന്നത്, സകല മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ. ഈ ഭൂമിയിലെ ലഭ്യതകളല്ല ദൈവസ്നേഹത്തിന്റെ അടയാളങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവസ്നേഹത്തിന്റെ അടയാളം എന്താണ്? അത് ദൈവത്തെ തിരിച്ചറിയാനുള്ള കഴിവാണ്. നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാനും നമ്മുടെ ജീവിത സന്ദർഭങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന ഇടപെടുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക. അപ്പോൾ മാത്രമേ ആത്മീയത അർത്ഥപൂർണമായിട്ട് മാറൂ. അപ്പോൾ മാത്രമേ അവരിന് വേണ്ടി മരിക്കുന്നത് നമ്മുടെ ധർമ്മമാണെന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ. സ്നേഹം പ്രധാന വിഷയമായി മാറാൻ പറ്റൂ. അങ്ങനെ മാറുന്നില്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് മറ്റുള്ളവർ മാറിത്തീരണമെന്ന ദുശാഠ്യം നമ്മെ ഭരിക്കാൻ തുടങ്ങും. നമ്മൾ അങ്ങനെയാണല്ലോ, വലിയ ഉപദേശകരായിട്ടാണ്, എല്ലാവരെയും പറഞ്ഞു പഠിപ്പിക്കുന്നവരായിട്ടാണ്. നമ്മെ ഈ ലോകത്തേക്ക് വിട്ടിട്ടുള്ളത് ആരെയും പഠിപ്പിക്കാനല്ല, ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ്. ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടത് സ്വന്തം ജീവിതം അവരിന് വേണ്ടിയാണെന്ന ബോധത്തോടെ സ്വന്തം ജീവിതം അവരിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടും അവരുടെ കുറവുകളോടെ അവർ ഉൾക്കൊണ്ടുകൊണ്ടുമാണ്. ക്രിസ്തുവിൽ പൂർത്തിയായ ഈ പ്രവൃത്തി ആനുകാലിക ലോകത്ത് നമ്മിലൂടെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്, നമ്മിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ നിർവഹിക്കുമ്പോൾ നാം നമ്മിൽ ക്രിസ്തുവിനെ സാക്ഷാത്കരിക്കുന്നു. അതേസമയം ലോകം രക്ഷാനുഭവത്തിലേക്ക് പ്രവേശിക്കും. ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനാ വേളകൾ ആൾക്കൂട്ടങ്ങളായി അധപ്പതിക്കും. അങ്ങനെ ആൾക്കൂട്ടങ്ങൾ കാര്യം കാണാൻ വേണ്ടി ഏതു വാതിലും മുട്ടുമെന്ന് പറയുന്ന രീതിയിലുള്ള പ്രവൃത്തികളായിട്ട് മാറും. അതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. അതുകൊണ്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ, സവിശേഷമായൊരു പ്രാർത്ഥനാ രീതി കാണുമ്പോൾ അങ്ങോട്ട് ആർത്ത് കൂടും. അത് ദുർഗന്ധമുണ്ടാകുമ്പോൾ ഈച്ചകൾ വരുന്നത് പോലെയാണ്. വാസ്തവത്തിൽ അപ്രകാരം ഈച്ചകൾ എന്നതുപോലെയാണ്. അല്ലെങ്കിൽ ഒരു വെളിച്ചം കാണുമ്പോൾ ഈയലുകൾ കൂടുന്നത് പോലെയാണ്. ആ വെളിച്ചത്തിന് മുമ്പിൽ ചെന്ന് ഈയലുകളൊക്കെ ചത്തൊടുങ്ങുമെന്ന കാര്യം അവർ ഓർക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം നിർവീര്യമായി പോകുന്ന പ്രവൃത്തിയാണ് ഇത്തരം അന്വേഷണങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യങ്ങളും കഷ്ടതകളും ഉണ്ടാകുമ്പോൾ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ഹൃദയബോധ്യത്തിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ കുത്തിയിരിക്കാൻ പറ്റണം.
ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന ബോധ്യത്തോടെ നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റണം. ചെയ്യുന്ന പ്രവൃത്തികൾ മുൻപോട്ട് പോകാൻ പറ്റണം. നമ്മുടെ പ്രവൃത്തികൾ ധാർമ്മികമാകും വിശ്വാസമുള്ളപ്പോൾ. അത് കേവലം ലാഭത്തിന് വേണ്ടിയല്ലെന്നും എങ്ങനെയും വിജയം വരിക്കുക എന്നതല്ല പരമപ്രധാനമെന്നും ചെയ്യാൻ ഏൽപ്പിച്ച ധർമ്മം ചെയ്യുകയാണ്, അവരിന് വേണ്ടി ആയിത്തീരുകയാണ് ധർമ്മമെന്നും ബോധ്യമുണ്ടാകുമ്പോഴാണ് വിശ്വാസി മുമ്പോട്ട് പോകാൻ പറ്റുക. അപ്പോ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതല്ല പ്രാർത്ഥനയെന്നും പ്രാർത്ഥന വഴി കാര്യങ്ങൾ നേടുക എന്നതല്ല പരമപ്രധാനമെന്നും നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന പ്രവൃത്തിയാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്നും വ്യക്തമായ അവബോധം നമുക്കുണ്ടാകും. ഈ അവബോധം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നിഷ്ഫലമാണ്. വിശ്വാസം വഴി രക്ഷ അനുഭവിക്കാൻ, ഈ ലോകത്ത് രക്ഷ അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നത് ഇപ്രകാരം ജീവിത സമർപ്പണം ഉണ്ടാകുമ്പോഴാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന് എഫേസ്യർ ലേഖനം 2:8 പറയും. വിശ്വാസം വഴി കൃപയാലാണ്. വിശ്വാസം എന്താണ്? അവൻ എനിക്ക് വേണ്ടി മരിച്ചുവെന്നും അവൻ എനിക്ക് വേണ്ടി ഉയർത്തുവെന്നും അവൻ തന്റെ ആത്മാവിനെ നൽകിയെന്നും അവൻ എന്റെ ശരീരത്തിൽ വസിക്കുന്നുവെന്നും ഞാൻ അവനിലാണെന്നും അതുകൊണ്ട് ലോകത്തുണ്ടാകുന്ന ഏത് ഞെരുക്കവും ഏത് ദൗർഭാഗ്യകരമായ അനുഭവങ്ങളും രക്ഷയുടെ അടയാളങ്ങളായി കാണാനുള്ള കഴിവാണ്. അങ്ങനെ കാണുമ്പോഴാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും, നിങ്ങളുടെ മരണം ഉദ്ധാനമായിട്ട് മാറും, നിങ്ങളുടെ ജീവിതം ആനന്ദത്തിലേക്ക് മിഴി തുറക്കും. അങ്ങനെയായി മാറുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അപ്രസക്തമാണെന്ന കാര്യം ഓർക്കണം. നമ്മുടെ വിശ്വാസം ഗുണകരമല്ലെന്ന കാര്യം ഓർക്കണം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയാണ്: നാം അടിസ്ഥാനപരമായി ക്രിസ്തു എന്ന വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ക്രിസ്തുവിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണുകയും ചെയ്യണം. എനിക്ക് നിങ്ങൾക്ക് 100 പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. അവയൊക്കെ ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള അവസരങ്ങളാണെന്ന് തിരിച്ചറിവോടെ അവനിലേക്ക് മിഴിയുയർത്തുമെങ്കിൽ, അവൻ നമ്മുടെ പക്ഷത്ത് എന്ന ബോധ്യമുണ്ടാകുമെങ്കിൽ, വെള്ളം വീഞ്ഞാക്കിയവൻ നമ്മുടെ ജീവിതത്തെ ലഹരിയുള്ളതാക്കി മാറ്റുമെന്ന് ബോധ്യമുണ്ടാകുമെങ്കിൽ, നിശ്ചയമായിട്ടും ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. അങ്ങനെ അതിജീവിക്കുമ്പോഴാണ് ക്രിയാത്മകമായ ശക്തിയായിട്ട് നമ്മൾ മാറുക. കടം മാറ്റണമേ, കടം മാറ്റണമേ, കടം മാറ്റണമേ എന്ന് നാം അലറിക്കരയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ബ്രെയിൻ പോലും പറയുന്നത് കടമെന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. നെഗറ്റീവായ ഒരു കാര്യത്തെയാണ് അത് ഹൃദയത്തിൽ എടുക്കുക. അതുകൊണ്ട് കടം മാറിയാലും വീണ്ടും കടം വരും. കാരണം കടത്തിലുടക്കി. രോഗം മാറ്റണമേ എന്ന് പറയുമ്പോൾ രോഗം എന്നത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറും. നിങ്ങളിൽ തന്നെ ദൈവം തന്നിട്ടുള്ള ജീവശക്തി രോഗത്തെ ക്ഷണിച്ചു വരുന്നതായിട്ട് മാറും. ക്രിസ്തുവിനോട് രോഗികളായ ആളുകൾ എൻ്റെ രോഗം മാറ്റണമേ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ബർത്തിമേയുസ് പറയുന്നത് എൻ്റെ കാഴ്ച വീണ്ടും കിട്ടണമെന്നാണ്, എനിക്ക് കാഴ്ച ഉണ്ടാകണമെന്നാണ്. എൻ്റെ അന്ധത മാറ്റണമേ എന്നല്ല, എനിക്ക് കാഴ്ച ഉണ്ടാകണം. എനിക്കെന്ത് വേണം? എനിക്ക് കാഴ്ച വേണം. ക്രിസ്തുവാണ് പരമമായ സത്യമെന്ന ബോധ്യം ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോഴാണ് എനിക്കത് ലഭിക്കുക. കുഷ്ഠരോഗി യേശുവിന് മുമ്പിൽ വന്നിട്ട് എൻ്റെ കുഷ്ഠം മാറ്റണമേ എന്നല്ല പറയുന്നത്, എന്നെ ശുദ്ധനാക്കാൻ നിനക്ക് കഴിയും. നാം തിരിച്ചറിയേണ്ടതുണ്ട്, ക്രിസ്തുവിൽ വിമോചിതരാണ് നമ്മൾ, ക്രിസ്തുവിലാണ് നാം ആയിരിക്കുന്നത്. ക്രിസ്തു നമുക്ക് ചുറ്റുമുണ്ടാക്കുന്ന ഈ സന്ദർഭങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ദൈവമഹത്വം വെളിപ്പെടാൻ സമയമായി എന്നാണ് ഓരോ കഷ്ടതയും ഞെരുക്കവും നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത്. അതല്ലാതെ അത് നമ്മുടെ കുറവിൻ്റെയും അയോഗ്യതയും പേരിലാണെന്നല്ല. ലോകത്തുള്ള സകല മനുഷ്യർക്കും കുറവുകളുണ്ട്. ആ കുറവുകളും അയോഗ്യതകളും ഒക്കെ നോക്കി അപ്പപ്പോ അടി കൊടുക്കുന്ന ഒരാളല്ല ദൈവം. മരണശേഷമാണ് ശിക്ഷ, ഈ ഭൂമിയിലല്ല ശിക്ഷ. ഈ ഭൂമിയിലുള്ളതൊക്കെ കോൺസിക്വൻസ് ആണ്. കല്ല് മേലെ എറിഞ്ഞാൽ താഴേക്ക് വീഴും, സൂക്ഷിച്ചില്ലെങ്കിൽ തലേ വീഴും. ആ കല്ലെറിഞ്ഞത് അവരെൻ്റെ മേൽ വീഴുമെന്ന് എനിക്ക് തോന്നലുണ്ടാകുമ്പോൾ ഞാൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് എനിക്ക് അനുതാപം ഉണ്ടാവും. ഞാൻ ചെയ്ത പ്രവൃത്തി ഉചിതമായതല്ലെന്ന് എനിക്ക് ബോധ്യപ്പെടും. അവരെ രക്ഷിക്കുക എന്നതാണ് എൻ്റെ കടമ എന്ന പരമമായ സത്യത്തെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരാനും മറ്റുള്ളവരെ ഹൃദയപൂർവ്വം ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയുമെങ്കിൽ ക്രിസ്തുവിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ദുശാഠ്യങ്ങളില്ലാതെ ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കാൻ നമുക്ക് പറ്റും. അപ്രകാരം ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വചനം നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും മറികടക്കാൻ, ക്രിസ്തുവിൽ മുന്നേറാൻ ആത്മീയത നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.